വൈസ്മൻ ഓവർസീസ് കൺസൾട്ടൻസി ഒരു സ്റ്റഡി അബ്രോഡ് അഡ്മിഷൻസ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ഇനീഷ്യൽ അഡ്മിഷൻ തൊട്ട് നിങ്ങളുടെ വിസ വരെ അല്ലെങ്കിൽ വിസയ്ക്ക് ശേഷവും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന എൻക്വയറിക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ തക്ക രീതിയിൽ ഞങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ചും നിയമമാറ്റങ്ങളെ കുറിച്ചും ഒക്കെ. അപ്പോൾ ഈ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാവരും കാണുന്നതായിട്ട് കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിട്ടാണ് കണ്ടത്. ഏകദേശം ഒരു 2% മാത്രമാണ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് ഞാൻ കണ്ടുള്ളൂ. ബാക്കി കൂടുതലും ആൾക്കാരെല്ലാവരും നോൺ സബ്സ്ക്രൈബേഴ്സാണ്. അതുകൊണ്ട് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ദിസ് ചാനൽ. USA നിങ്ങൾ എന്തുകൊണ്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു രാജ്യം തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോയിൽ ഞാൻ USA കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ US എലക്ഷൻ കഴിഞ്ഞ് ട്രംപ് അവിടെ കയറിയിട്ടുണ്ട്. ജോ ബൈഡനേക്കാളും എന്തുകൊണ്ടും ഒരുപാട് നല്ലൊരു ഭരണാധികാരിയാണ് ട്രംപ് എന്ന് നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് ഗവൺമെൻറ് കയറിയപ്പോഴാണ് ഒരുപാട് നിയമമാറ്റങ്ങളൊക്കെ വന്ന് അങ്ങോട്ടേക്കുള്ള വർക്ക് വിസ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവരൊന്ന് ടൈറ്റ് ആക്കിയെങ്കിലും അവർക്ക് അവിടെ ഒരു സ്കിൽഡ് കാറ്റഗറിയുടെ ഒരുപാട് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെം കോഴ്സസുകൾ അതുപോലെ തന്നെ IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ ഒരുപാട് പോസിബിലിറ്റി ഉള്ള ഒരു രാജ്യം തന്നെയാണ് USA. ഏറ്റവും കൂടുതൽ വേൾഡിൽ ഏണിങ്സ് പെർ ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് ഏറ്റവും കൂടുതൽ ഏണിങ്സ് കിട്ടുന്ന ഒരു രാജ്യമാണ് USA. അപ്പോൾ അതുകൊണ്ട് തന്നെ USA നിങ്ങൾ കൺസിഡർ ചെയ്യുക. കാരണം കുറേ കാലങ്ങളായിട്ട് നമ്മളുടെ നാട്ടിൽ നിന്ന് US അധികാരം പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ US ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ 2019 ആ സമയമൊക്കെ ആയപ്പോഴും UK ഓപ്പണായി അവിടെ ചെന്ന് ഒരുപാട് പേര് സെറ്റിലായി. ഇപ്പോൾ UK അധികം ആരും കൺസിഡർ ചെയ്യാനുള്ള കാരണം അവിടെ ഏകദേശം ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തന്നെ തുടങ്ങിയ ഒരു ട്രെൻഡാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ജർമ്മനിക്ക് പോകുക എന്നുള്ളത്. ഇപ്പം ജർമ്മനിയും ഏകദേശം ഒരു സാച്ചുറേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അവരിപ്പോൾ അധികം ആളുകളെ സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സാഹചര്യമാണ് നടക്കുന്നത്. പിന്നെ കാനഡയും നിങ്ങൾക്കറിയാം, കാനഡയിൽ ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കാനഡയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയ പോലെ ഒരു രാജ്യമോ കാനഡ പോലെ ഒരു രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് സെയിം ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഏകദേശം അതേ ഫീസ് വെച്ച് തന്നെ പോകാനും സെറ്റിൽ ആവാനും പറ്റിയ ഒരു രാജ്യം USA ആണ്. USA ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. USA ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പേര് പോയി അവിടെ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. നിങ്ങളൊരു കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഇപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിലോ അല്ലെങ്കിൽ ഒരു UK അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് ഒരു സെൽഫ് ഡെവലപ്ഡ് ബിസിനസ്മാൻ എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 100 പേരിൽ ഇത്ര പേരെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ കൂടുതലും ചെല്ലുന്ന എല്ലാവരും ജോലി ചെയ്ത് അവിടെ സർവൈവൽ എന്നുള്ള രീതിയിലാണ് അവിടെ നമ്മുടെ ഇവിടുന്ന് പോകുന്നവരെല്ലാവരും എക്സിസ്റ്റ് ചെയ്യണത്. അത് അവിടെ ബില്യണേഴ്സും മൾട്ടി ബില്യണേഴ്സും അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരുപാട് ആൾക്കാരുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യം ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു രാജ്യമാണ്. അവിടെ ഒരുപാട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് USA. ഒരുപാട് കമ്പനീസ് ഉണ്ട്. നമ്മളുടെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പല കമ്പനീസിൻ്റെയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല ഐഡിയാസും കൊണ്ടുവന്ന കമ്പനീസിൻ്റെ ഹബ്ബാണ് USA. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഡെഫിനറ്റ്ലി ഒരു സാധ്യത ഉള്ള ഒരു രാജ്യമാണ്. കൺസിഡർ USA ഫോർ യുവർ ഫ്യൂച്ചർ പ്ലാൻ. കാരണം ഇനി അടുത്തൊരു ബൂമ് വരാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ USA ആവും എന്ന് എനിക്കും തോന്നുന്നു. കാരണം മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇനി അവരുടെ പുതിയ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ഇതുവരെയായിട്ടൊന്നും അനൗൺസ് ചെയ്തല്ലോ. പക്ഷേ ട്രംപ് അധികാരത്തിൽ കയറിയതിന് ശേഷം അവർ വലിയ നിയമമാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഫെബ്രുവരിക്ക് ശേഷമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഓഫ് കോഴ്സ് അവിടെ നല്ല റിക്വയർമെൻ്റ് ഉണ്ട്. നിങ്ങൾ സെപ്റ്റംബർ ഇൻടേക്ക് 2025 നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ USA നിങ്ങളുടെ ലിസ്റ്റിലൊന്ന് കീപ്പ് ചെയ്യുക. ലാംഗ്വേജ് റിക്വയർമെൻ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ 6, ബാൻഡ് സ്കോർ 6.5. പക്ഷേ മറ്റുള്ള പേപ്പർ വർക്കുകളെല്ലാം നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് കൺസിഡർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.